വ്യത്യസ്തമായ ആഖ്യാന ശൈലി കൊണ്ടും രസകരമായ അവതരണ ശൈലി കൊണ്ടും ശ്രദ്ധേയമാണ് ബഷീർ കൃതികൾ. ബേപ്പൂരിൻ്റെ സുൽത്താൻ എന്ന് നാം പേരിട്ട് വിളിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ നാട്ടിൻപുറത്തിൻ്റെ തനിയാവർത്തനങ്ങളും സ്വന്തം അനുഭവങ്ങളും ചാലിച്ചുമിനുക്കി ഒത്തിരി കൃതികൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ആനവാരിയും പൊൻകുരിശും. ബഷീർ കൃതികൾ ഇന്നും എന്നും അതിൻ്റെ കലാപരമായ ഭംഗി കൊണ്ട് വായിക്കപ്പെടുമെന്നതിന് സംശയമില്ല. തൻ്റെ തലമുറയിലെ മറ്റു ഗണനീയരായ എഴുത്തുകാരെ പോലെ അദ്ദേഹവും സാമൂഹിക ഉന്നമനം ലാക്കാക്കിയാണ് എഴുതിയിരുന്നത്. പക്ഷേ നെടുങ്കൻ പ്രഭാഷണം നടത്താതെ തനിക്ക് പറയാനുള്ളത് വളരെ മൃദുവായി വായനക്കാരെ കേൾപ്പിച്ച് രസിപ്പിച്ചിരുന്നു അദ്ദേഹം. ഈശ്വരാനുഗ്രഹത്തോടുകൂടി തന്നെ പറയാമല്ലോ, സ്ഥലത്ത് 2 ആനകളുണ്ട്. ചാത്തങ്കേരി മനവകയാണ്. ഒന്നിൻ്റെ പേര് കൊച്ചുനീലാണ്ടൻ, മറ്റേതിൻ്റെ പേര് പാറുക്കുട്ടി. രണ്ടും സ്ഥലവാസികളുടെ കണ്ണിലുണ്ണികളായി പ്രശോഭിക്കുന്നു. കൊച്ചുനീലാണ്ടൻ മഹാപോക്രിയാണ്. ഇങ്ങനെ തുടങ്ങുന്നു ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും പണ്ട് വെറും രാമൻ നായരും തോമയുമായിരുന്നു. അവർക്ക് ഈ ബഹുമതികൾ ആര് കൊടുത്തു? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കൃതി. ബേപ്പൂരിൻ്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രസകരമായ ഒരു കൃതിയാണിത്. ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും കള്ളന്മാരാണ്. ഈ ലോകം എല്ലാവരുടേതുമാണ്. സ്വകാര്യ ഉടമ നിഷിദ്ധം. ആർക്കും ആരുടേതും എടുക്കാം. ഇങ്ങനെയുള്ള സമത്വ സുന്ദര ദർശനമാണ് ഇവർക്കുള്ളതെന്ന് ബഷീർ പറയുന്നു. ഹാസ്യത്തിൽ പൊതിഞ്ഞ വരികൾക്കിടയിലൂടെ വായിച്ചാൽ ചിന്തയ്ക്ക് വക നൽകുന്നൊരു കൃതി. ഒരു ചിത്രകാരൻ്റെ ആഖ്യാന ശൈലിയിലാണ് വിവരണം. ആനകളിലൂടെ തുടങ്ങുന്ന കഥ മോഷണത്തിൻ്റെ നാടകീയ രംഗങ്ങളിലേക്കാണ് എത്തുന്നത്. ബഷീറിൻ്റെ സ്ഥിരം കഥാപാത്ര ദർശനങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. പാറുക്കുട്ടി എന്ന പിടിയാനയും നീലാണ്ടൻ എന്ന കൊമ്പനാനയും മുണ്ടക്കണ്ണൻ അന്ത്രു, കോൺസ്റ്റബിൾ പളുങ്കൻ തുടങ്ങി ബഷീർ കൃതിയിലെ കഥാപാത്രങ്ങൾ വളരെ രസകരമായി ചിത്രീകരിച്ചിരിക്കുന്നു.